ഹായ് ഗൈസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡൗൺഫോളിനെ കുറിച്ചാണ്. നമ്മൾ പലരും പലതരത്തിലുള്ള ഡൗൺഫോളിലേക്ക് വന്നിട്ടുണ്ട്. പല സമയത്ത് നമുക്ക് തോന്നിയിട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നല്. പക്ഷേ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. നമ്മുടെ അപ്പത്തെ ഒരു തോന്നൽ മാത്രമാണ്. നമ്മുടെ കൂടെ ആരും ഇല്ല, നമുക്കിനി ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളതൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ അത്രയും എന്താ പറയുക ശക്തിയുള്ളവരാണ്. നമുക്കൊണ്ട് പലതും ചെയ്തു ചെയ്യാൻ പറ്റും. അഫ്കോഴ്സ് നമ്മൾ പൂജ്യത്തിലായിരിക്കും, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു പുറത്തിറങ്ങിയാൽ നമുക്ക് കിട്ടും. നമുക്ക് എന്താ പറയുക ഇൻഫിനിറ്റ് ആയ അവസരങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് തന്നെ ആവണമെന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു എന്താ പറയുക കച്ചിത്തുരുമ്പെന്നൊക്കെ പറയണ പോലെ ഒരെണ്ണം കിട്ടും. അതിൽ പിടിച്ച് കയറുക. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് പിന്നെ നോക്കി നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മുടെ എന്താ പറയുക ഡൗൺഫോളിൻ്റെ സമയത്ത് നമുക്ക് എന്താ പറയുക ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. ആ സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കണം. ആ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നവരെ പിടിച്ച് നിൽക്കണം. അതിനു വേണ്ടി നമ്മളൊരു വേ പോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ ബേസിക്കായ കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കാം. നമുക്കൊരു ജോലിക്ക് പോകാൻ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സീറോയിലാണ് നിൽക്കുന്നത്. നമ്മളതിനൊരു വാക്ക് പോലും ഒരാൾ വില വയ്ക്കില്ല. നമ്മളതിനെന്താ പറയുക ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മുടെ വാക്കിന് കേക്ക് തന്നെയില്ല നമ്മുടെ, കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മാത്രം മതി. പക്ഷെ നമ്മളാണത് അനുഭവിക്കുന്നത്. അപ്പം നമ്മൾ വേണം നമ്മുടേതായ കാര്യങ്ങൾക്കുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് നമുക്കായ ഒരു സ്റ്റെബിലിറ്റി വേണം. സ്റ്റെബിലിറ്റിക്ക് ചിലപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ജോലി തിരഞ്ഞെടുക്കുകയും നമ്മൾ ആ ജോലി ചെയ്യേണ്ടി വരും. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ വെറുതെ ഇരുന്ന് ഞാനൊന്നും ആയില്ല, എനിക്കിനി ഒന്നുമില്ല, അടുത്ത ഏത് സ്റ്റെപ്പ് എനിക്ക് എടുക്കണ്ടേന്ന് അറിയില്ല, ഞാൻ ഭയങ്കര സീറോയിലാണ്, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ ലൈഫ് കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതി വരാണെങ്കിൽ പോയി. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് ചിന്തിക്കുക, അടുത്ത ലെവലിലേക്ക് പോകാൻ നോക്കുക. ചിലപ്പോൾ ചെറിയ ലെവലായിരിക്കും, ആ ലെവൽ കഴിക്കുക. ഒരു സ്റ്റെപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓക്കെ ഓക്കെ നമുക്ക് ലൈഫുണ്ട്, നമുക്ക് ചെയ്യാം. കാരണം അന്നത്തെ ദിവസം നമ്മൾ സങ്കടമായാലും സന്തോഷമായാലും എന്തായാലും അത് ഇന്നത്തെ ദിവസം മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതും കടന്നു പോകും. പിന്നെ നാളത്തെ ദിവസം നമ്മൾ പുതിയൊരാളായിട്ട് പുതിയൊരു രീതിയിൽ ജീവിക്കണം. ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തെ പോലെ ആവില്ല നാളെ. അപ്പം നമ്മളത് നേരത്തെ കൂട്ടി മനസ്സിലാക്കണം. കാരണം ഇന്ന് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നാളെ ഒരു സന്തോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഓരോരോ സ്റ്റെപ്പ് എടുക്കാൻ നോക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ മരണം വരെ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ ലക്ഷ്യം തീർക്കാനുള്ള അവസരമാണ്, സമയമാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ സക്സസ് ആയി കാട്ടി കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ എന്താ പറയുക ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ തോറ്റു, ഇനി ഒരിക്കലും ഞാൻ മുന്നോട്ട് പോവില്ല, ഭയങ്കര എന്താ പറയുക ഡൗൺഫോളായി, ഇനി ഞാൻ ഇവിടുന്ന് എവിടേക്കും പോവില്ല, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും എന്താ പറയുക എൻ്റെ അറിവിൽ ശരിയല്ല. ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ഇന്ന് കുറേ പേര് ക്വിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്ത് ക്വിറ്റ് ആവണേ? ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആ ഒരു മൊത്തത്തിൽ തീർന്നിരിക്കുന്ന സമയമാവും. അപ്പം തീർന്നിടത്തൊന്നും എന്തെങ്കിലും ഉണ്ടാക്ക്, വളരെ കുറച്ച്. അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാവില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ജോലിക്കാവും പോകേണ്ടി വരിക. ആ ജോലിക്ക് പോവുക, എന്നിട്ട് നമുക്കൊരു സമ്പാദ്യം ഉണ്ടാക്കുക, എന്നിട്ട് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, എന്നിട്ട് വാ. അപ്പം പിന്നെ നമുക്ക് എന്താ പറയുക ഒരു വോയിസ് ഉണ്ടാവും, നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം അതാദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരുന്ന് അവിടെ ഇരിക്കുള്ളൂ, എവിടെ എത്തൂല, രക്ഷപ്പെടൂല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് വളഞ്ഞ് മുക്ക് കുടിക്കേണ്ടി വരും. അതേ വഴി തന്നെ പാത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചിലവർ ചെയ്യും. പലരും അത്ര ഡെഡിക്കേറ്റഡ് ആയി യാത്ര ചെയ്ത് കിട്ടിയവരുണ്ട്. അത് അവരെ എനിക്കൊന്നും പറയാനില്ല, അത് വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇടയിൽ വെച്ച് പറ്റില്ല, ക്വിറ്റ് ചെയ്യേണ്ടി വരും. ക്വിറ്റ് ചെയ്യാനേക്കാൾ ഉപരി ഞാൻ പറയുക ഒരു സ്റ്റോപ്പ് ഇടണം കുറച്ചാളത്തേക്ക്, എന്നിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത്രേ വേണ്ടു. കേട്ടില്ലേ? അത്ര ഇന്നത്തെ വീഡിയോ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഒന്നും നിൻ്റെ അവസാനമല്ല, അതുകൊണ്ട് പേടിക്കും വേണ്ട. ഇന്നത്തെ ദിവസവും കഴിഞ്ഞാലും നമ്മൾ കടന്നു പോകും.
അത്രയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാവരും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ.